കാര്യം വിശ്വപൗരനൊക്കെ ആണെങ്കിലും ഈ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ദിവസം ശശി തരൂർ MP പച്ചക്കള്ളം പറഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ പ്രചരണത്തിന് ക്ഷണിച്ചില്ല എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ തരൂർ വലിയ ശ്രദ്ധ നേടാനാണ് ശ്രമിച്ചത്. പക്ഷേ യഥാർത്ഥ വിശദീകരണം വരുമ്പോൾ ശശിയായത് തരൂർ തന്നെയാണെന്ന് വ്യക്തമായി. അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ AICC കൈമാറിയ 40 താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ MPയുടെ പേരും പ്രഥമ പരിഗണനയിൽ തന്നെയുണ്ട്. വെറുതെ താരപ്രചാരകരുടെ പട്ടിക ഒരു ചുമരിൽ ഒട്ടിച്ചു വിട്ടതല്ല, മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ പട്ടികയിലാണ് ശശി തരൂരിൻ്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ടും പറയുന്നത് തന്നെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു. അതായത് 40 അംഗ പ്രമുഖരുടെ പട്ടികയിൽ 8ാമനായിട്ടാണ് തരൂരിൻ്റെ പേര് AICC ഉൾപ്പെടുത്തിയത്. 40 നേതാക്കളുടെ പട്ടികയാണ് AICC കൈമാറിയത്. എല്ലാ വാർത്തകളിലും അത് വന്നതുമാണ്. എന്നാൽ രാജ്യം മുഴുവൻ ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് അയച്ചു പരിഗണിച്ചു എന്നറിഞ്ഞിട്ടും അദ്ദേഹം മാത്രം അറിഞ്ഞിരുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു. ലോകം ചുറ്റിയിട്ടും മോദിയുമായി സല്ലപിച്ച് നടക്കുകയും ഒക്കെ ചെയ്തിരുന്ന ശശി തരൂരിന് തൻ്റെ പ്രസ്ഥാനം നൽകുന്ന പരിഗണന കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതുമാത്രമല്ല, കുറ്റം പറഞ്ഞ് നടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പതിവായി മാറിയിരിക്കുന്നത്. നിലമ്പൂരിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു മിസ്ഡ് കോൾ പോലും അടിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ഫോണിൽ നോക്കിയിരുന്ന തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ സർക്കുലർ കണ്ടില്ല എന്നതാണ് ചുരുക്കം. വിളിച്ചിട്ടില്ല എങ്കിൽ അത് പറയാമായിരുന്നു. ഇത് വിളിച്ചിട്ടും പേര് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിട്ടും ഈ പോളിംഗ് ദിനത്തിൽ തന്നെ അത് വിഷയമാക്കിയത് ഗുണകരമല്ല പാർട്ടിക്കും അദ്ദേഹത്തിനും. 1.5 മാസക്കാലം നേതാക്കളും പ്രവർത്തകരുമെല്ലാം കഷ്ടപ്പെട്ട് നടത്തിയ ഒരു പ്രചരണത്തിന് ശേഷം എല്ലാവരും ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ എത്തുമ്പോൾ ഈ വിവാദമുണ്ടാക്കിയത് എന്തിനാണെന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. പോളിംഗ് കഴിയുന്നതുവരെ ഒരു ഏകീകൃത രൂപത്തിലുള്ള ശക്തിയാണ് ഇവിടെ കാണിക്കേണ്ടത് എന്നിരിക്കെ ഇത്തരത്തിൽ പ്രസ്താവന ഇറക്കിയത് വലിയ തെറ്റായി തന്നെ കാണുകയാണ് പ്രവർത്തകർ. ഒരു കാരണവശാലും BJPയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും BJP നൽകിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി വിജയിപ്പിക്കുന്ന തിരക്കിലായിരുന്നു ശശി തരൂർ എന്നുള്ളത് മറക്കാൻ കഴിയില്ല. അത് രാജ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് സമാധാനിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകരെല്ലാം ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതോടെ പ്രവർത്തകർക്കും ശശി തരൂരിനെ മടുപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. തരൂരിനെ പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് എല്ലാ പ്രവർത്തകർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ വില കൽപ്പിക്കുന്നത്. എന്നാൽ സുപ്രധാനമായ ഈ വോട്ടെടുപ്പ് ദിനം മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ നോക്കിയതോടെ പണി പാളി. മാത്രമല്ല, ഇത് AICC തീരുമാനിച്ച 40 പേരിൽ ശശി തരൂർ ഉണ്ടെന്നത് റിപ്പോർട്ട് വന്നതോടെ ഒരു കാര്യം വ്യക്തമായി. തരൂർ തന്നെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ജയിക്കാൻ ഇങ്ങനെയൊരു മാനസികാവസ്ഥയുള്ള തരൂരിൻ്റെ ആവശ്യമില്ല എന്നതാണ് വസ്തുത.